ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എഡ്യൂവാല 2.0. നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നത് പോലെ തന്നെ അക്കൗണ്ടൻസിയിൽ ഗെയിനിങ് റേഷ്യോയുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. എന്താണ് ഗെയിനിങ് റേഷ്യോ? ഗെയിനിങ് റേഷ്യോയുമായി ബന്ധപ്പെട്ട 4 പ്രോബ്ലംസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോയുടെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, പോയി കാണാം കേട്ടോ. നമ്മൾക്ക് 3 തരം റേഷ്യോസ് ആണ് പഠിക്കാനുള്ളത്: സാക്രിഫൈസിങ്, ഗെയിനിങ് ആൻഡ് ന്യൂ റേഷ്യോസ്. നമ്മൾ 3 വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. സോ സാക്രിഫൈസിങ് റേഷ്യോ കാണാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ കാണാം. ഇതിലേതെങ്കിലും ഒരു റേഷ്യോ നമുക്ക് എക്സാമിന് മസ്റ്റാണ്. 3 മാർക്കിനും 2 മാർക്കിനും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. AFS കുട്ടികൾക്ക് ഇത് 4 മാർക്ക് വരെ പോയി കണ്ടിട്ടുണ്ട് കേട്ടോ. സോ നമുക്ക് ഗെയിനിങ് റേഷ്യോയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഗെയിനിങ് റേഷ്യോ എന്താണെന്ന് അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു 2 സെൻറ്റൻസ് നിങ്ങൾ പഠിക്കണം, ആൻഡ് ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. ചിലപ്പോൾ നമുക്ക് വാട്ട് യു മീൻ ബൈ ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞിട്ട് 1 മാർക്കിനും നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ ഇനി വിട്ടുകളയാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ച് അക്കൗണ്ടൻസിയിൽ തിയറിയുടെ കൂടെ നമ്മൾ പ്രോബ്ലംസും പഠിക്കാം, പ്രോബ്ലംസിൻ്റെ കൂടെ നമ്മൾ തിയറീസും പഠിക്കാം. അപ്പോൾ ഗെയിനിങ് റേഷ്യോയുടെ പ്രോബ്ലം പഠിക്കുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ഗെയിനിങ് റേഷ്യോ, അതിൻ്റെ ഇക്വേഷൻ പഠിക്കാം. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത്. അല്ലെ, റിട്ടയർമെൻറ്റിൻ്റെയോ ഡെത്തിൻ്റെ സമയത്താണ് നമ്മൾ എന്ത് തയ്യാറാക്കാറ്? ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാറ്. ഇറ്റ് ഈസ് ദ റേഷ്യോ വിച്ച് ദ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഡിസൈഡഡ് ടു ഷെയർ ദ ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ് പ്രോഫിറ്റ്. അതായത് നമ്മുടെ ബിസിനസ്സിൽ നിന്ന്, പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പുറത്ത് പോകുന്ന ഔട്ട് ഗോയിങ് പാർട്ട്ണർ എന്ന് വെച്ചാൽ ഒന്നുകിൽ റിട്ടയർ ചെയ്ത് പോകും അല്ലെങ്കിൽ ഡെത്ത്. ഇതിലേതെങ്കിലും സംഭവിച്ചാലാണ് ഒരു പാർട്ട്ണർ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ആ ഔട്ട് ഗോയിങ് പാർട്ട്ണറുടെ ഷെയർ ആര് നമ്മൾ വിധിച്ചെടുക്കുകയാണ്? ഇനി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. എക്സിസ്റ്റിംഗ് ഷെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂയിങ്, അതായത് നമ്മൾ പിരിഞ്ഞു പോവാത്ത ഷെയർ ഹോൾഡേഴ്സ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആണ്. അവരിപ്പോൾ ഒരു പ്രോഫിറ്റ് എങ്ങനെയാണ് അവർ റേഷ്യോ എടുത്തത്? ഇപ്പോൾ എ ഇതെടുത്തു, ബി സി, ഇങ്ങനെയാണ് അവർ വിധിച്ചിരുന്നത്. അതിലാര് പോവാണ്? ബി പുറത്തേക്ക് പോവാണ്. അപ്പോൾ പിന്നീട് ഇത്രയും പോർഷൻസ് ബിയുടെ റേഷ്യോസ് പിന്നെ ഏത് റേഷ്യോയിൽ ഇവർ വിധിച്ചെടുക്കുന്നുണ്ട്, അതാണ് ഗെയിനിങ് റേഷ്യോ. അപ്പോൾ ബി പോകുമ്പോൾ എയും സിയും ഇനി എന്ത് ചെയ്യണം? ഈ ഒരു റേഷ്യോ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ ബിയുടെ ഇത്ര ഭാഗം എ എടുക്കാം, കുറച്ച് ഭാഗം സി എടുക്കാം. അതെല്ലാം അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ ആ പോകുന്ന പുറത്തേക്ക് പോകുന്ന ഈ ബിയുടെ ഷെയർ ഇനി മുതൽ ആർക്കുള്ളതാണ്? ഈ എക്കും സിക്കും ഉള്ളതാണ്, എക്കും സിക്കും ഉള്ളതാണ്. അപ്പോൾ ആ പോകുന്ന ഷെയർ ഇവർ ഏതിലാണ് വിധിച്ചെടുക്കുന്നത്? അതിനെയാണ് നമ്മൾ ഗെയിനിങ് റേഷ്യോ നമ്മൾ പറയുന്നത്. ഗെയിനിങ് റേഷ്യോ എങ്ങനെ കാണാം? ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ഓൾഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ 3 പേര് തമ്മിൽ ഡിവൈഡ് ചെയ്തിരുന്ന റേഷ്യോ ആണ്. ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിൽ 2 പേര് തമ്മിലായിരിക്കും ഡിവൈഡ് ചെയ്യുക. സാക്രിഫൈസിങ് റേഷ്യോയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? നേട്ടം. നമുക്ക് ഒരാൾ പോകുമ്പോൾ അയാൾ ഷെയർ നമുക്ക് കിട്ടില്ലേ, അപ്പോൾ നമുക്ക് ഗുണമാണ് ഉണ്ടാവുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമുക്കിനി 4 പ്രോബ്ലം മിസ് ചെയ്യുന്നുണ്ട്. 4 ടൈപ്പാണ്. 3 ടൈപ്പിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ആ ചോദ്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഓരോ ക്വസ്റ്റ്യൻസും എന്താണെന്നും പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 2 മാർക്കിനാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാറ്. 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. XYZ are partners sharing profit in 3:2:1. Z retire ആവാണ് from the partner. X and Y are decided to share the future profit in 7:5. Calculate gaining ratio. ഇവിടുത്തെ ടൈപ്പ് എന്ന് വെച്ചാൽ ഓൾഡ് റേഷ്യോയും തന്നിട്ടുണ്ട്, ന്യൂ റേഷ്യോയും തന്നിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ജസ്റ്റ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്ത് വെച്ചാൽ മതി. ഇതാണ് ഒന്നാമത്തെ ടൈപ്പ്. നമുക്ക് 2 തന്നിട്ടുണ്ടാവാം. ഓൾഡ് റേഷ്യോയും തന്നിട്ടുണ്ട്, ഇത് ഓൾഡ് റേഷ്യോ ആണ്, നമ്മുടെ ന്യൂ റേഷ്യോ ആണ്. 2 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഒന്നുമില്ലല്ലോ, നമുക്ക് സിമ്പിൾ അല്ലേ. എങ്ങനെയാണ് നമ്മുടെ റേഷ്യോ നമ്മൾ എഴുതി വയ്ക്കുക? ന്യൂ ഗെയിനിങ് റേഷ്യോ ഈക്വൽ ടു ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ. ഇതാർക്കേ ഉണ്ടാവുള്ളൂ? നമ്മളെ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ്. ആരാ റിട്ടയർ ആകുന്നത്? Z ആണ് ഭാഗം പോകുന്നത്. എക്സിനും വൈനും മാത്രം ഇതാണ് Z ആണ് റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ എക്സിൻ്റെ ഗെയിന് കണ്ടുപിടിക്കണ്ടേ? എക്സിൻ്റെ ഗെയിൻ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? എക്സിൻ്റെ ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ. ഇവർ തമ്മിലുള്ള ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 3:2:1 ആണ്. ന്യൂ റേഷ്യോ 7:5 ആണ്. അപ്പം ഇനി ന്യൂ ഷെയർ എങ്ങനെ കാണാം? 7/13 ആയിരിക്കും അല്ലേ. 7 + 5 ഡിവൈഡഡ് ബൈ, അപ്പം 7/12 ആണ്. 7 + 5 12 ആണ്. 7/12 ആണ് ന്യൂ ഷെയർ. മൈനസ് ഓൾഡ് ഷെയർ എത്രയാണ്? 3/6. ഇതാണ് ന്യൂ ഷെയർ, ഇതാണ് ഓൾഡ് ഷെയർ. ഇതെങ്ങനെ നമ്മൾ മൈനസ് ചെയ്യാം? നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കാം. 7/12 - 3/6.
നമുക്ക് ഇവിടെ 6 ആണ്, 12 ആക്കാൻ എളുപ്പമാണ്. ഇവിടെയും 2 ചെയ്യുക, ഇവിടെയും 2 ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 7/12 മൈനസ് 6/12 കിട്ടും. അപ്പോൾ നമുക്ക് റേഷ്യോ എത്ര കിട്ടി? 7ൽ നിന്ന് 6 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. 1/12 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ആരുടെ കണ്ടുപിടിക്കുകയാണ്? നമ്മുടെ വൈഡ് ഷെയർ കണ്ടുപിടിക്കുകയാണ്. വൈഡ് ന്യൂ മൈനസ് ഓൾഡ്. വൈഡ് ന്യൂ ഷെയർ എത്രയാണ്? 5/12 മൈനസ് 2/6 ആണ്. ഇവിടെ നമുക്ക് ഇതേപോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ഡിനോമിനേറ്റർ മൈനസ് ചെയ്യാം. അപ്പോൾ 5/12 മൈനസ് 4/12 ദാറ്റ്സ് ഈക്വൽ ടു 1/12. ഓക്കെ, അപ്പോൾ എത്ര കിട്ടി? 1/12 കിട്ടി. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ റേഷ്യോസ് ചെയ്താൽ നമ്മൾ ഗെയിനിങ് റേഷ്യോ വിൽ ബി ഗെയിനിങ് റേഷ്യോ, രണ്ട് പേരുടെ റേഷ്യോ എത്രയാണ്? എക്സിനും വൈനല്ലേ ഉള്ളൂ. അപ്പോൾ രണ്ട് പേർക്കും നമുക്ക് 1/12 ആണ് വന്നത്. ദാറ്റ്സ് കംസ് ടു 12 2 നമുക്ക് വെട്ടിക്കൊണ്ട് 1:1 ആണ് ആൻസർ വരിക. ഓക്കെ, സോ ഇതാണ് ഒരു നോർമൽ ക്വസ്റ്റ്യൻ ഗെയിനിങ് റേഷ്യോ വന്ന 2 മാർക്കിനുള്ളത്. ഇതിൽ 2 മാർക്ക് എന്ന് പറഞ്ഞത് രണ്ടുപേരും കണ്ടുപിടിക്കാനല്ല, നമ്മൾ ഇക്വേഷൻ എഴുതി വയ്ക്കുക, പിന്നെ കണ്ടുപിടിച്ച് കൊടുക്കുക. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ABCR പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 4:3:2. അവരുടെ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്. പിന്നീട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സി റിട്ടയർ ആവണം ഫ്രം ദി ഫേം, കാൽക്കുലേറ്റ് ന്യൂ റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ. ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് റിട്ടയർ ആവുന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സി ആണ് റിട്ടയർ ആവുന്നത്, വേറെ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണം, ഒപ്പം തന്നെ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കണം. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ABC ആണ് പാർട്ട്നേഴ്സ് അല്ലേ, എയും ബിയും സിയും. ഇവരെ റേഷ്യോ 4:3:2. സി റിട്ടയർ ആവാണ്, സി ആണ് റിട്ടയർ ആവുന്നത്. സിയുടെ ഷെയർ 2 ആണ്. അപ്പോൾ അതിൻ്റെ വെട്ടിക്കളയാം. അപ്പം നമുക്ക് ന്യൂ റേഷ്യോ കിട്ടും. ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് വിൽ ബി 4:3 ആയിട്ട് നമ്മുടെ മാറി. കണ്ടോ, ഇതെങ്ങനെയാണ്? ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വരും. ലാസ്റ്റത്തെ ആളാണ് റിട്ടയർ ആവുന്നത്, അപ്പോൾ അത് വെട്ടിയിട്ട് ബാക്കിയുള്ള ഒരു ഷെയർ ഉണ്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ന്യൂ റേഷ്യോ കിട്ടി. ഇനി നമ്മൾ ഓൾഡ് റേഷ്യോ എങ്ങനെ കാണാം? ഗെയിനിങ് റേഷ്യോ എങ്ങനെ കാണാം? ഗെയിനിങ് റേഷ്യോ വിൽ ബി ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ആർക്കൊക്കെയാണ് ഇവിടെ ഉള്ളത്? എക്കും അതുപോലെ ബിക്കും. ഇനി എയുടെ ന്യൂ ഷെയർ എത്രയാണ്? 4/7 ആണ്. മൈനസ് ഓൾഡ് ഷെയർ എത്രയാണ്? 4/9 ആണ്. ഓക്കെ, ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ തന്നെ നമ്മൾ ചെയ്യണം. നമുക്കിത് ഒരിക്കലും 9ഉം 7ഉം ഡിനോമിനേറ്റർ സെയിം ആക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ആക്കാം. എങ്ങനെയെന്ന് അറിയോ? ഇവിടെ ×9 ചെയ്യുക, ഇവിടെ ×7 ചെയ്യുക. അതേപോലെ ഇവിടെ ×9 ചെയ്യുക, ഇവിടെ ×7 ചെയ്യുക. കണ്ടോ, ഒരേപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതേപോലെ ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടും 36 മൈനസ് 7 × 9 എത്രയാണ്? 56 ആണ്. സോ അങ്ങനെ നമുക്ക് 63 ആണ്. 63 ഇങ്ങനെ ചെയ്യാം. ദെൻ 4 × 7 എന്ന് പറയുന്നത് നമുക്ക് എഗെയിൻ എന്താണ്? 4 × 7 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്? 28 ആണ് അല്ലേ. സോ 28/63 അങ്ങനെ നമുക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഇതുപോലെ സെയിം ആക്കുകയാണ്. ഇതുപോലെ എങ്ങനെ സെയിം ആക്കുക? ഇതോടെ ഇവിടെ ഇൻറ്റു ചെയ്യുക, ഇവിടുത്തെ ഡിനോമിനേറ്റർ കൊണ്ട് ഇവിടെയും ഇൻറ്റു ചെയ്യാം. ദെൻ നമുക്ക് എത്ര കിട്ടും? 36 മൈനസ് 28. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മൈനസ് ചെയ്യാൻ പറ്റും, ഡിനോമിനേറ്റർ സെയിം ആയ കാരണം. സോ 8/63 ഒരാളുടെ ഷെയർ കിട്ടി. ഇനി ബിയുടെ എങ്ങനെ നമ്മൾ കാണാം? ബിയുടെ നമ്മൾ കാണണമെങ്കിൽ ബിയുടെ ന്യൂ ഷെയർ എത്രയാണ്? 3/7 ആണ്. ഓൾഡ് ഷെയർ 3/9 ആണ്. സെയിം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി നമ്മൾ ×7 × 9 ചെയ്യുന്നു. ദെൻ 9 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 28 ആണ്. 27 ആണ് കേട്ടോ. 27/63 മൈനസ് 21/63. that comes to 6/63. ഇങ്ങനെയാണ് നമുക്ക് ആൻസർ എഴുതാം. ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം? റേഷ്യോ ആയിട്ട് എഴുതാം അല്ലേ. (b = 8/63 (6/83 63). ഇതിൽ 63 വെട്ടിപ്പോയാൽ 8.6. നമുക്ക് ഇനി വേണമെങ്കിൽ ഒന്ന് ഷോർട്ട് ചെയ്യാം. 4/3 വരും അല്ലേ. 4/3 വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം, ന്യൂ റേഷ്യോയും സാക്രിഫൈസ് റേഷ്യോ സെയിം ആണല്ലോ, ഒന്നും കുഴപ്പമില്ല, നമ്മളത് ചെയ്ത് വെച്ചാൽ മതിയാവും. ഇവിടെ എന്തായിരുന്നു ഡിഫറൻറ്റ്? ഇവിടെ നമുക്ക് ന്യൂ റേഷ്യോ തന്നിട്ടില്ല, പക്ഷേ സി ആണ് റിട്ടയർ ആവുന്നത്. അപ്പോൾ ന്യൂ റേഷ്യോ നമുക്ക് ഡയറക്റ്റ് അതേപോലെ കിട്ടും. ഇതായിരുന്നു ഈ ക്വസ്റ്റ്യനിൽ വന്ന വ്യത്യാസം. ഓക്കെ, ദെൻ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം. ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് എന്ന് പറയാൻ പറ്റില്ല, എളുപ്പമാണ്. നമുക്ക് ചെയ്ത് വരുമ്പോൾ നമുക്കിത് കിട്ടും കേട്ടോ. നമുക്ക് വലിയ ഇഷ്യൂസ് ഒന്നും തന്നെ നമുക്ക് ഇവിടെ വരുന്നില്ല. ഒരു ടൈപ്പ് ഇതുപോലെ ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് ഓക്കെ ആയിരിക്കും.
സച്ചിൻ, രാഹുൽ, ലക്ഷ്മൺ ആർ പാർട്ട്നേഴ്സ് ഇൻ 2:1:1. ആരൊക്കെയാണ്? സച്ചിനും രാഹുലും ലക്ഷ്മണനും. മിസ് ഷോർട്ട് ചെയ്തതാണ്. അവരുടെ റേഷ്യോ 2:1:1 ആണ്. ലക്ഷ്മൺ റിട്ടയർ ആവാണ്. സച്ചിനും രാഹുലും അക്വയേഴ്സ് ഹിസ് ഷെയർ ഈക്വലി. ഇവിടെ എന്താ ഡിഫറൻറ്റ്? ഈ ലക്ഷ്മണനാണ് റിട്ടയർ ആവുന്നത്. അപ്പം ലക്ഷ്മണന്റെ ഷെയർ എത്രയായിരുന്നു ഇവിടെ? ലക്ഷ്മൺ റിട്ടയർ ആവാണ്. അപ്പം ലക്ഷ്മണന്റെ റിട്ടയറിങ് ഷെയർ എത്രയാണ്? 1/4 ആണ്. ഈ 1/4 ഈക്വലി, അതായത് 1/4 എന്ന് പറയുമ്പോൾ ഹാഫായിട്ട് ആരെടുക്കുകയാണ്? ബാക്കിയുള്ള സച്ചിനും രാഹുലും എടുക്കുകയാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ലക്ഷ്മൺ റിട്ടയർ ആവാണ്, അവന്റെ ഷെയർ ഈക്വൽ ആയിട്ട് ബാക്കിയുള്ളവർ വീതിച്ചെടുക്കുകയാണ്. ഇന്നത് നമ്മളോട് പറയേണ്ടത് ന്യൂ റേഷ്യോ കാണാം, ഗെയിനിങ് റേഷ്യോ കാണാം. ഇവിടെ എന്താ നമ്മൾ സംഭവം? ന്യൂ റേഷ്യോ നമുക്ക് ഡയറക്റ്റ് ഇതുപോലെ വെട്ടിപ്പോയിട്ട് കാണാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? അയാളുടെ ഷെയർ ഇവർക്ക് കിട്ടുന്നുണ്ട് ഹാഫായിട്ട്. അപ്പൊ ഈ 1/4ന്റെ ഹാഫ് പോർഷൻ രണ്ടുപേർക്കും കിട്ടും. അത് ഓൾഡിന്റെ കൂടെ ഇത് കിട്ടുന്നത് കൂടി കൂട്ടിയാലല്ലേ നമുക്ക് ന്യൂ ഷെയർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ന്യൂ ഷെയർ കണ്ടുപിടിച്ച ശേഷമല്ലേ നമുക്ക് ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം ന്യൂ ഷെയർ കണ്ടുപിടിക്കാം. ന്യൂ ഷെയർ ഓഫ് സച്ചിൻ. സച്ചിന്റെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് എന്താണ്? അയാളുടെ ഓൾഡ് ഷെയറിന്റെ കൂടെ ന്യൂ ഷെയർ ഫ്രം ലക്ഷ്മൺ, അയാളുടെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം അല്ലേ? ഷെയർ ഓഫ് ലക്ഷ്മണാണ് നമുക്ക് റിട്ടയർ ആവുന്നത്. അപ്പൊ അയാളുടെ ഷെയറും കൂടി നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ നമ്മളെ സച്ചിന്റെ ഓൾഡ് ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? 2/4 ആയിരുന്നു. അതിന്റെ കൂടെ ഏതും കൂടിയും ലക്ഷ്മണിൽ നിന്ന് കിട്ടുന്ന ഷെയറും കൂടി നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ ലക്ഷ്മണിൽ നിന്ന് കിട്ടുന്ന ഷെയർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിക്കണം എത്രയാണെന്ന്. ലക്ഷ്മണന്റെ ഷെയർ എത്രയായിരുന്നു? ലക്ഷ്മണന്റെ 1/4 ആണ്. ഇതിന്റെ ഹാഫ് പോർഷൻ ആരെടുക്കുകയാണ്? നമ്മുടെ സച്ചിൻ എടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഹാഫ് പോർഷൻ തന്നെ ആരും എടുക്കുകയാണ്? നമ്മുടെ രാഹുൽ എടുക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഹാഫ് പോർഷൻ എന്ന് പറയുന്നത് 1/4ന്റെ ഹാഫ് പോർഷൻ എന്ന് പറഞ്ഞാൽ 1/2 അല്ല കേട്ടോ. 1/4ന്റെ ഹാഫ് പോർഷൻ 1/2 ഓഫ് 1/4. ഇതാണ്. അതിനെ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. അപ്പോൾ 1/8. ഓക്കെ, മനസ്സിലായോ ഈ 1/8 എങ്ങനെയാണ് വന്നതെന്ന്? ഈ 1/8 തന്നെ ബോത്ത് രണ്ടുപേരും എടുക്കുകയാണ്. രണ്ടുപേരും ഹാഫ് വെച്ചിട്ടല്ലേ എടുക്കുന്നത്. നമ്മളെ സച്ചിനും എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ രാഹുലും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഓൾഡ് ഷെയറിന്റെ കൂടെ നമുക്ക് കിട്ടിയ ഈ ലക്ഷ്മണന്റെ ഷെയർ എത്ര കിട്ടിയിട്ടുണ്ട്? 1/8. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവരുടെ ശരിക്കുള്ള ഷെയർ കിട്ടും. ഇതെങ്ങനെ നമുക്ക് ഇനി ആഡ് ചെയ്യാൻ പറ്റാം? നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് ആഡ് ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഏറ്റവും എളുപ്പം ഡിനോമിനേറ്റർ സെയിം ആക്കുക എന്നുള്ളതാണ്. *2 ആൻഡ് *2. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 4/8 പ്ലസ് 1/8. അപ്പോൾ നമുക്ക് എത്ര ആൻസർ വരുന്നത്? 5/8. ഈ 5/8 ആണ് സച്ചിന്റെ ന്യൂ ഷെയർ. ഇനി നമുക്ക് ആരുടെ കാണണം? രാഹുലിന്റെ കാണണം. രാഹുലിന്റെ ഓൾഡ് എത്രയാണ്? ഇതേപോലെ തന്നെ കേട്ടോ. രാഹുലിന്റെ ഓൾഡ് 1/4 ആണ്. പ്ലസ് ലക്ഷ്മണിൽ നിന്ന് കിട്ടുന്ന രണ്ടുപേർക്ക് കിട്ടുന്ന ഷെയർ എത്രയാണ്? 1/8 ആണ്. ഇത് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഡിനോമിനേറ്റർ സെയിം ആക്കാനായിട്ട് രണ്ടും നമ്മൾ *2 ചെയ്യുക. അപ്പം നമുക്ക് എത്ര കിട്ടി? 2/8 പ്ലസ് 1/8 ദാറ്റ് കംസ് ടു 3/8. ഇതാണ് രാഹുലിന്റെ ന്യൂ ഷെയർ. അപ്പൊ ഇവരുടെ ന്യൂ റേഷ്യോ നമുക്ക് എത്ര കിട്ടി? 5/8 ഈസ് ടു 3/8. ഇതിൽ 8 രണ്ടും പോയി 5:3 കിട്ടി. ഓക്കെ, ന്യൂ ഷെയർ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കണം. ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് സച്ചിന്റെയും കണ്ടുപിടിക്കണം, രാഹുലിന്റെയും കണ്ടുപിടിക്കണം. സച്ചിന്റെ ന്യൂ ഷെയർ എത്രയാണ്? 5/8 മൈനസ് ഓൾഡ് ഷെയർ എത്രയാണ്? 2/4. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻറ്റു ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ഇവിടേക്ക് നമുക്ക് *2 കൊടുക്കാം. അപ്പം നമുക്ക് 5/8 മൈനസ് 4/8 കംസ് ടു 1/8. അതേപോലെ രാഹുലിന്റെ എത്രയാണ് ന്യൂ ഷെയർ? 3/8 ആണ്. രാഹുലിന്റെ ഓൾഡ് ഷെയർ എത്രയാണ്? 1/4 ആണ്. നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കാനായിട്ട് നമ്മൾ ഇതേപോലെ ചെയ്യാം. നമുക്ക് എത്ര കിട്ടി? 3/8 മൈനസ് 2/4. 2/8 കംസ് ടു 1/8. അപ്പോൾ ഇവിടെ റേഷ്യോ, ഗെയിനിങ് റേഷ്യോ എത്ര കിട്ടി? നമുക്ക് 1:1 കിട്ടി. ഓക്കെ, ഇവിടെ എന്തായിരുന്നു ഡിഫറൻറ്റ്? ഇതാണ് അവരുടെ എന്താ പറയുക, ഇതായിരുന്നു അവരുടെ ന്യൂ റേഷ്യോ. അതിൽ നിന്ന് നമുക്ക് ഗെയിനിങ് റേഷ്യോയും കിട്ടി. ഇതെങ്ങനെ കിട്ടിയത്? ഇവിടെ റിട്ടയർ ചെയ്ത് പോകുന്ന പാർട്ട്ണറുടെ ഷെയർ അവർ ഈക്വലി എടുക്കുകയാണ്. ഈക്വലി എന്ന് പറയുമ്പോൾ ഹാഫായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ ഹാഫ് പോർഷൻ നമ്മളിതാ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങളെല്ലാവരും വിചാരിക്കും 1/4ന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അങ്ങനെയല്ല, ഇതേപോലെ വേണം നമ്മൾ ഹാഫ് കണ്ടുപിടിക്കാൻ. അപ്പോൾ 1/8 കിട്ടും. ഈ 1/8 രണ്ടുപേരുടെ ഓൾഡ് ഷെയറിൻ്റെ കൂടെ കൂട്ടുമ്പോൾ നമുക്ക് അവരുടെ എന്ത് കിട്ടി? ന്യൂ റേഷ്യോ കിട്ടി.
അത് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഒരിക്കലും ഇത് തെറ്റിലിട്ട് 2:1 ആണ് ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞ് ചെയ്യരുത്. ഇതേപോലെ റിട്ടയർ ചെയ്ത് പോകുന്ന പാർട്ട്ണറുടെ ഷെയർ ഇതുപോലെ വീതിച്ചെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്ന് നമ്മൾ ഇതുപോലെ കണ്ടുപിടിക്കണം. ഇത് ഈക്വലി എന്ന് പറഞ്ഞ കാരണമുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഈക്വലി അല്ല, അവർക്ക് ഓൾറെഡി റേഷ്യോ തന്നിട്ടുള്ള ചോദ്യമാണ്. നോക്കി നോക്കാം. ABCR പാർട്ട്നേഴ്സ് ആണ്. ഷെയറിംഗ് റേഷ്യോ 3:5:7. സി ആണ് റിട്ടയർ ചെയ്യുന്നത്. സിയുടെ ഷെയർ എയും ബിയും കൂടി 3:2 എന്ന് പറഞ്ഞ റേഷ്യോയിൽ വിധിച്ചെടുക്കുക. അവിടെ ഈക്വലി അവർ വിധിച്ചെടുക്കുന്നു. ഇവരവിടെ എന്താ ചെയ്യുന്നത്? 3:2 എന്ന് പറഞ്ഞ റേഷ്യോയിൽ വിധിച്ചെടുക്കുന്നു. വേറെ വ്യത്യാസമൊന്നുമില്ല. ഇത് ന്യൂ റേഷ്യോ ആയിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുത് കേട്ടോ. എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആണ്. 3:5:7 ആണ്. ഇതിൽ സി ആണ് റിട്ടയർ ആവുന്നത്. സിയുടെ ഷെയർ എത്രയാണ്? 7/15 ആണ് സിയുടെ ഷെയർ. ഈ സിയുടെ ഷെയർ 3:2 എയും ബിയും എടുക്കുന്നു. അപ്പൊ എ എത്ര എടുക്കുന്നുണ്ട്? 3/5 പോർഷനും ബി 2/5 പോർഷനും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇത് എത്ര കിട്ടണം? ഇവരുടെ ന്യൂ ഷെയർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ന്യൂ ഷെയർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? ഓൾഡ് ഷെയറിന്റെ കൂടെ ഷെയർ ഫ്രം സി അല്ലെ, സിയിൽ നിന്ന് എത്ര കിട്ടുന്നുണ്ട് അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആദ്യം ഓൾഡ് ഷെയർ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സിയുടെ ഷെയർ കണ്ടുപിടിക്കണം. എസ് ഷെയർ ഫ്രം സി. സിയിൽ നിന്ന് എക്ക് എത്ര കിട്ടുന്നുണ്ട്? 7/15 3/5 പോർഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടുക? നമ്മൾ ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് ഇൻറ്റു ചെയ്യുക. ഇതിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻറ്റു ചെയ്യുക. അല്ലാതെ നമുക്ക് ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം മൾട്ടിപ്ലിക്കേഷൻ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇതുപോലെ അങ്ങനത്തെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നില്ല. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇൻറ്റു ചെയ്യുക. 7 × 3 21 ഡിവൈഡഡ് ബൈ 15 × 5 75. ഇതാണ് ഒരാളുടെ ഷെയർ. ഇനി എയുടെ ന്യൂ ഷെയർ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എയുടെ ഓൾഡ് ഷെയറിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? നമ്മുടെ ന്യൂ ഷെയർ ഫ്രം സി. ഓക്കെ, സിയിൽ നിന്നും കിട്ടിയ ഷെയർ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഓൾഡ് ഷെയർ 3/15 ആയിരുന്നു പ്ലസ് 21/75. ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമുക്കിത് സെയിം ആക്കിയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ 75നെ നമ്മൾ 15 കൊണ്ട് ചെയ്യുന്നേക്കാൾ ഏറ്റവും നല്ലത് 15 75 പോകുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ 75 15 നമുക്ക് 5 വട്ടം പോകുന്നുണ്ട്. സോ ഇതിന് 5 ആക്കാം. അപ്പോൾ നമുക്ക് വലിയൊരു എമൗണ്ട് ആക്കണേക്കാൾ സുഖമാണ്. അപ്പോൾ 15/75 പ്ലസ് 21/75 നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിത് രണ്ടും കൂടി ഡയറക്റ്റ് പ്ലസ് ചെയ്യാലോ. അപ്പോൾ 36 ഡിവൈഡഡ് ബൈ 75 കിട്ടും ന്യൂ ഷെയർ. ഇതേപോലെ നമ്മൾ ബിയുടെ കാണും. ബിക്ക് എത്ര കിട്ടുന്നുണ്ട്? ബി ഷെയർ ഫ്രം സി. സിയുടെ ഭാഗത്ത് നിന്ന് ബിക്ക് എത്ര കിട്ടുന്നത്? സിയുടെ ഷെയറിന്റെ 2/5 ഭാഗമാണ് എടുക്കുന്നത്. ഇത് നമുക്ക് ഡയറക്റ്റ് 14/75 കിട്ടും. ഇനി ബിക്ക് നമുക്ക് എത്ര മൊത്തം ഉണ്ട്? ഓൾഡും പ്ലസ് സിയുടെ ഷെയറും. ഓൾഡ് എന്ന് പറയുന്നത് 5/15 ആയിരുന്നു പ്ലസ് 14/75. സെയിം നമ്മൾ ഇതേ ചെയ്ത പോലെ ഇൻറ്റു 5 ചെയ്യുക. എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്ലസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഡിനോമിനേറ്റർ സെയിം ആക്കുന്നത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? 25/14 നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്ലസ് ചെയ്യാൻ പറ്റുമല്ലോ. 39/75. ഓക്കെ, ഇത് നമുക്ക് അവരുടെ ന്യൂ റേഷ്യോ നമുക്ക് എത്രയെന്ന് പറഞ്ഞിട്ട് കിട്ടും? ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 36:39. ഇതിൽ നമുക്ക് 3 പോവും, ഈക്വലി പോവും. നമുക്ക് 12:13 ആണ് അവരുടെ ന്യൂ റേഷ്യോ. കണ്ടോ, ഇത് അവരുടെ ന്യൂ റേഷ്യോ ആണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കണം അല്ലെ. ഗെയിനിങ് റേഷ്യോ നമുക്ക് ഓൾറെഡി കണ്ടുപിടിക്കണം. ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ന്യൂ ഷെയറിൻ്റെ പോർഷനിൽ നിന്നുള്ള ഗെയിനിങ് റേഷ്യോ ആണ്. അപ്പോൾ ഗെയിനിങ് റേഷ്യോ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ. ഇവിടെ ന്യൂ ഷെയർ എത്രയാണ്? 12/25. ഓൾഡ് ഷെയർ എത്രയാണ്? 3/75. നമുക്ക് ഓൾറെഡി കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ന്യൂ ഷെയർ നമുക്ക് ഓൾറെഡി കിട്ടിയത് ഇവിടെ എഴുതാം. മിസ് പേജ് മറിച്ച കാരണമാണ് എഴുതുന്നത് കേട്ടോ. ന്യൂ ഷെയർ എന്ന് പറയുന്നത് 12:3 ആണ്. ഇവരുടെ ഓൾഡ് ഷെയർ എന്ന് പറയുന്നത് 3:5:7 ആണ് ഓൾഡ്. ഇനി നമുക്ക് രണ്ട് പേരുടെയും ഗെയിൻ കണ്ടുപിടിക്കാം. എസ് ഗെയിൻ. എയുടെ ഗെയിൻ എങ്ങനെ കണ്ടുപിടിക്കാം? ന്യൂ ഡിവൈഡഡ് ബൈ -3/15. ഓക്കെ, ഇനി നമുക്കിത് ഇവിടെ എന്താ നമുക്ക് ചെയ്യേണ്ടി വരാം? ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. നമുക്ക് ഒരിക്കലും ഇതിനെ 25 ആക്കാൻ പറ്റില്ല.
നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ആൻസർ തെറ്റാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, വലിയ എമൗണ്ട് ആവും, നമുക്ക് അത്രയും കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ നോക്കുമ്പോൾ 25നെയും 15ൻ്റെയും സ്ഥാനത്ത് ഒരേപോലെ സംഖ്യ ആക്കണം. അപ്പോൾ ഒന്നുകൊണ്ട് ചെയ്ത് നോക്കി, 2, 3, 4, 5, 6 ഒന്നും പറ്റുന്നില്ല, 100 ആക്കാൻ പറ്റുന്നില്ല, 150 ആക്കാൻ പറ്റുന്നുണ്ട് മിസ്സിന്. 25 × 6 ചെയ്താലും 15 × 10 ചെയ്താലും 150 ആണ്. അപ്പം അതേപോലെ നമ്മൾ അതിൻ്റെ മാലിയും ചെയ്യണമല്ലോ. ഇത് എന്തിനാണ് നമ്മൾ സെയിം ആക്കുന്നതെന്ന് അറിയാലോ, നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കിയാലാണ് നമുക്ക് മൈനസ് ചെയ്യാൻ എളുപ്പം. അപ്പോൾ 72 ഡിവൈഡഡ് ബൈ 150 മൈനസ് 30 ഡിവൈഡഡ് ബൈ 150. ഇതേപോലെ അടിയിൽ 150 സെയിം ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, മൈനസ് ചെയ്യാൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് മിസ് എന്ത് ചെയ്തത്, ഡിനോമിനേറ്റർ സെയിം ആക്കിയത്. അപ്പോൾ ഇവിടെ × 6 ചെയ്താൽ 150 ആവുന്നുണ്ട്, ഇവിടെ × 10 ചെയ്താൽ 150 ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെയിം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് നോക്കുക ഏതൊക്കെ സംഖ്യകൾ ചെയ്യണമെന്ന്. ഇവിടെ × 2 ചെയ്ത് നോക്കി, ഇവിടെ × 2 ചെയ്ത് നോക്കി, സെയിം ആവുന്നില്ല. 3 ചെയ്ത് നോക്കി, 4 ചെയ്ത് നോക്കി, 5 ചെയ്ത് നോക്കി, നമുക്ക് 100 വരെ എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ പോയിന്റ് വരികയാണ്. അപ്പോൾ 150 നോക്കുമ്പോൾ പറ്റുന്നുണ്ട്, നമുക്ക് പോയിന്റ് വരുന്നില്ല. സോ നമ്മൾ രണ്ടിനും സെയിം പോകുന്ന ഒരു സംഖ്യ എടുത്തു, 6ഉം 10ഉം കേട്ടോ. അതേപോലെ നമ്മൾ അടുത്ത ആളുടെ കാണാം. അടുത്ത ആളുടെ ഓൾ ഷെയർ എന്ന് പറയുന്നത് 13/25 മൈനസ് 5/15. ഇവിടെ നമുക്ക് ഇത് തന്നെയാണ്, × 6 ചെയ്യുക, ഇവിടെ നമുക്ക് × 10 ചെയ്യുക. എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ഇവിടെ കിട്ടുന്നത് 78 ഡിവൈഡഡ് ബൈ 150 മൈനസ് 50 ഡിവൈഡഡ് ബൈ 150 കംസ് ടു 28 ഡിവൈഡഡ് ബൈ 150 കിട്ടും. കണ്ടോ, ഇതാണ് അവരുടെ ഗെയിനിങ് റേഷ്യോ. ഇത് നമുക്ക് 42:28 എഴുതാം. നമുക്ക് ഒന്നും കൂടി ചെറുതാക്കുമ്പോൾ 3:2 ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ഗെയിനിങ് റേഷ്യോ. ഇതിൽ നിങ്ങൾ ചെയ്ത് വന്ന് ചെറുതാക്കാൻ പറ്റിയില്ല, ഇവിടം വരെ ആണെങ്കിൽ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണ്. ഇതിൽ എന്താ വ്യത്യാസം വന്നത്, 4ാമത്തെ ക്വസ്റ്റ്യനിൽ ഇവിടെ നമ്മൾ ഔട്ട് ഗോയിങ് പാർട്ട്ണറുടെ റേഷ്യോ തന്നിട്ടുണ്ട്, അവരുടെ ഷെയർ ഡിവൈഡ് എടുക്കുന്ന റേഷ്യോ തന്നിട്ടുണ്ട്. ഇതിന് മുന്നത്തെ ക്വസ്റ്റ്യനിൽ അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ × ചെയ്തു, ഇവിടെ ആ റേഷ്യോ വെച്ച് ചെയ്തു. ഇങ്ങനെയാണ് നമുക്ക് ഗെയിനിങ് റേഷ്യോയുടെ 3-4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാം. ചിലപ്പോൾ നമുക്ക് ടഫ് ആവില്ല, ചിലപ്പോൾ നമുക്ക് എളുപ്പമുള്ളതായിരിക്കും. ഒന്നുകിൽ സാക്രിഫൈസിങ് ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ഗെയിനിങ് ആയിരിക്കും ചോദിക്കുക. ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടണം റേഷ്യോസ് നല്ലപോലെ പഠിക്കാം. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്